ലാസ്റ്റ് നൈറ്റ് ഇറ്റ് വാസ് ടെറിബിൾ. ഡോക്ടർ റഹീം എന്ത് പറഞ്ഞു? ഡോസേജ് കൂട്ടിയിട്ട് കാര്യമില്ല. രാത്രി ആകുമ്പോഴേ പേടി. പകൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടാം. അവിടെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മാലിനിക്ക് ലീവ് എടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ സൗകര്യമായിരുന്നു. ഇവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇപ്പൊ എങ്ങനെയുണ്ട് വേട്ടാ? സഹിക്കാവുന്നതായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റണില്ല, അതാണ് കഷ്ടം. ഞാനിവിടെ ഹാൾട്ട് ചെയ്യുന്നു. ഡോണ്ട് വറി, ദിവസേന രാത്രി ഒന്നും നിൽക്കാനും പ്രയാസമില്ല. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ഈ ഇളനീര് വെള്ളം ഇടയ്ക്ക് കുറേശ്ശെ കുടിക്കും. ശരിയമ്മേ, രാജേന്ദ്രൻ ഇവിടെ താമസിക്കാണ്. അത് നന്നായി. വടക്കേ അറയിൽ കിടക്കാമല്ലോ. കാർത്തി കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴാ അതിലൊരു കുളിമുറി ഉണ്ടാക്കിയത്. മാറ്റി വിരിക്കാൻ ദുർഗോട് പറഞ്ഞാ മതി. അവളുള്ളതാ വലിയൊരു സഹായം. മാലിന്യം ഇല്ലാത്തപ്പോ അവളിവിടെ കിടക്കും. 5-6 ദിവസം പാവം കണ്ണു ചിമ്മിയിട്ടില്ല. എങ്ങനെയുണ്ടടി? ഇന്നലെ രാത്രി കുറച്ച് വേദന കലശലായി. ഇന്നിപ്പോ അവരൊക്കെ ഉണ്ടല്ലോ. എത്ര ദിവസം ഇങ്ങനെ കിടത്തി കഷ്ടപ്പെടുത്തണമാവോ. ഇതിലും ഭേദം വേഗം ഇങ്ങോട്ട് വിളിക്കുകയല്ലേ ഭഗവാനെ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? അന്ന് നമ്മളൊക്കെ വിചാരിച്ച പോലെ നടക്കാണ്ട് പോയതെന്താ? നിന്റെ ജാതകത്തിൽ വൈദ്യവിദോഷം ഉണ്ടാവില്ല, അതന്നെ. അമ്മ എന്തിനാ പിന്നെ അതന്നെ പറഞ്ഞോണ്ടിരിക്കണ? ഒക്കേറ്റിനും ഒരു ദൈവനിശ്ചയം ഉണ്ടാവുമെന്ന് സമാധാനിച്ച ദുർഗെ. അമ്മയ്ക്കെന്നറിയോ, ഏട്ടത്തിന്ന് വരും പോവും, ഉദ്യോഗം കളയാൻ വയ്യല്ലോ. പക്ഷേ ജന്മത്തില് എനിക്കും ചിലത് വിധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ രതീഷിന് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. എന്റെ മടിയിൽ കിടന്ന് എന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചിട്ടാവും രവീട്ടന്റെ അവസാനം. അതിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാജേന്ദ്രന് നമ്മുടെ ശാപ്പാടൊക്കെ പിടിച്ചിട്ടുണ്ടോന്ന് നിശ്ചയമില്ല. വലിയ സ്ഥിതിയിൽ കഴിയുന്ന ആളുകളാവുമ്പോ അവനതൊക്കെ ശീലാണ്. എന്റെ കൂടെ ഒറ്റ മുറിയില് വെപ്പും തീരുമാനിച്ച് കഴിഞ്ഞല്ലേ കുറെ കാലം. പണം കൊണ്ട് ഒരുപാട് സഹായിച്ചെന്ന് മാലിനി പറഞ്ഞു. ചികിത്സയുടെ ആവശ്യത്തിന് ഒരു കഷ്ണം പറമ്പ് വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു. രാജേന്ദ്രൻ സമ്മതിച്ചില്ല. ആവശ്യത്തിനല്ലേ മുതല്, ആവശ്യം വന്നാ വിൽക്കുക തന്നെ. ആളുകൾ സ്ഥലം തിരഞ്ഞു നടക്കുകയാണ് എല്ലാ ദിക്കിലും. ഭൂമിയുടെ വിലയൊക്കെ കൂടിയിരിക്കണു ഇവിടെയും. ആലോചിച്ചപ്പോ ഒന്നും വിൽക്കണ്ടെന്ന് നിശ്ചയിച്ചു. കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്. അതിന് ചില വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെ ആയാലും ഇതൊക്കെ വിറ്റുപോകും. എന്നെങ്കിലും മാലിനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടാവില്ലല്ലോ. ഇവിടെ കുറച്ച് മുതലുണ്ടായിട്ട് ആ കുട്ടിക്ക് കാര്യമില്ല എന്ന് വെച്ചോ. അല്ല, ഞാൻ വിൽക്കണ്ട, ആരും വിൽക്കണ്ട. ഒരു പഴയ തറവാടല്ലേ. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ കേട്ടതാണല്ലോ നമ്മളെല്ലാം. അതങ്ങനെ നിൽക്കട്ടെ. ഒരു ഫാമിലി ട്രസ്റ്റാക്കി മാറ്റണമെന്ന എന്റെ ആഗ്രഹം. ചെറിയമ്മയ്ക്കും മക്കൾക്കും ഉള്ളത് പോലെ മാലിനിക്കും ഒരവകാശം വെച്ചാൽ മതി. എപ്പോ വേണമെങ്കിലും വന്ന് താമസിക്കാം. നല്ല കാര്യമാണ്. പക്ഷേ മാലിനിക്ക് അവകാശപ്പെട്ടാന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ആ കുട്ടിക്ക് കൂടി അതിന് സമ്മതമാവണ്ടേ? ഞങ്ങള് കുട്ടികളുടെ കൂടെ മാറി മാറി നിന്നോളാം. അത് വിചാരിച്ചിട്ട് വയ്യാത്ത കാലത്ത് ചെറിയമ്മ അമ്മൂട്ടിയുടെ ലൈൻ വീട്ടില് ഒറ്റമുറി. ബോംബെയില് കാർത്തിയുടെ സ്ഥലം എന്ന് പറഞ്ഞാല് ചെറിയച്ഛൻ അതൊന്നും ആലോചിക്കേ വേണ്ട. മാലിനിക്ക് കൂടി സമ്മതാണോന്ന് ഇതിന്റെ തീരുവിൽ അറിഞ്ഞിട്ടല്ലോ അവളെന്നെ കല്യാണം കഴിച്ചത്. ഇതെന്നും അങ്ങനെ തന്നെ നിലനിർത്താൻ അതിനു വേണ്ട വകുപ്പുകളൊക്കെ വെച്ച് ആധാരം എത്തിച്ചോളൂ. അധികം വൈകിക്കണമെന്നില്ല.
ഞങ്ങൾക്കൊന്നും വേണ്ട പോലെ എന്റെ കണ്ണടയണ വരെ നിന്നെ കാണണമെന്ന് ഒറ്റ മോഹേ ഉള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഐ കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഒന്നും ആലോചിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. മകൾക്ക് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചു എന്നറിഞ്ഞാൽ സാറിന് മനസ്സ് മാറിക്കൊടുന്നില്ല. അവരാരും തിരിഞ്ഞു നോക്കില്ല, ഉറപ്പ്. നോക്കൂ, എല്ലാറ്റിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോഴാണ് തനിച്ച് ധൈര്യമായിട്ടിരിക്കൂ. ഒരാളെ സഹായത്തിനില്ലാതെ എന്താ മാലിന്യ പറയുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ, വിഷമിക്കരുത്. മാലിന്യക്ക് ഒരു കഷ്ടപ്പാടും വരില്ല. നോക്കൂ, ഞാനില്ലേ, ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു.